ഈശോയുടെയും യൂദാസ്, ജെയിംസ് എന്നിവരുടെയും അധ്യാപികയായ മേരി. തിരുക്കുടുംബം ഈജിപ്തിൽ നിന്നു തിരിച്ച് നസ്രസിലെത്തിയിരിക്കുന്നു. നസ്രസിലെ മേരിയുടെ വീട്. ജോസഫ് പണിപ്പുരയിൽ ജോലി ചെയ്യുന്ന ശബ്ദം കേൾക്കാം. മേരി നെയ്തെടുത്ത കമ്പിളിക്ഷണങ്ങൾ കൂട്ടി തിന്നുകയാണ്. വൃക്ഷത്തണലിൽ ഈശോ ജോസഫിന്റെ സഹോദര മക്കളായ യൂദാസിനോടും ജെയിംസിനോടുമൊപ്പം കളിക്കുന്നു. അവർ ഏകദേശം സംപ്രായക്കാരാണ്. ആദ്യം കച്ചവടം കളിക്കുന്നു. ഈശോ അമ്മയ്ക്കു കൊടുക്കാൻ പലതരം സാധനങ്ങൾ വാങ്ങിക്കുന്നു. മരച്ചീലുകളും ഇലകളും കല്ലുകളും ഒക്കെ വണ്ടിയിലാക്കി അമ്മയ്ക്കു കൊണ്ടുകൊടുക്കുന്നു. അമ്മ അതെല്ലാം പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നു. അല്പം കഴിയുമ്പോൾ കളി മാറുന്നു. ഇനി നമുക്ക് ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടു കളിക്കാം. ഈശോ മോശയായിരിക്കും. ഞാൻ അഹറോൻ, നീ മേരി, മോശയുടെയും അഹറോന്റെയും സഹോദരി. ജെയിംസ് പറയുന്നു, മേരി സ്വർണ്ണക്കാളക്കുട്ടിയുടെ മുമ്പിൽ നൃത്തം ചെയ്യണം. ഞാൻ ഒരാൺകുട്ടിയാണ്, ഞാൻ നൃത്തം ചെയ്യുകയില്ല. യൂദാസ് പറയുന്നു. ഈശോ ഇടയ്ക്കു കയറി പറയുന്നു, ആ ഭാഗം നമുക്ക് കളിക്കേണ്ട, അപ്പോൾ വിഗ്രഹാരാധനയെന്ന മഹാപാപം ഉണ്ടാവുകയില്ല. അവർ സമ്മതിച്ചു. ബാക്കി ഭാഗങ്ങൾ ഭംഗിയായി കളിക്കുന്നു. ചെറിയ ചെറിയ വണ്ടികളുമായി മന്ദം മന്ദം നടക്കുന്നു. മേരിയുടെ വാതിലിനടുത്തെത്തിയപ്പോൾ ഈശോ വിളിച്ചു പറയുന്നു, പേടകം കടന്നു പോകുമ്പോൾ അതിനെ വാഴ്ത്തണം. മേരി എഴുന്നേറ്റ് പുഞ്ചിരി തൂകിക്കൊണ്ട് ഈശോയെ വണങ്ങുന്നു. പിന്നീട് മോശയുടെ സ്തുതിപ്പുകൾ മുഴുവൻ ഒരിലയിൽ നോക്കിക്കൊണ്ട് വായിക്കുന്നു. അവസാനം കുറെ കൂടി ഉയരത്തിലേക്കു കയറി ഇസ്രായേലിനെ അനുഗ്രഹിച്ചശേഷം പുല്ലിൽ കിടന്ന് മോശ കണ്ണടയ്ക്കുന്നു. മരിക്കുന്നു. യൂദാസും ജെയിംസും കൂടെ സാഷ്ടാംഗം പ്രണമിച്ചു കിടക്കുന്നു. ഇതെല്ലാം നോക്കിക്കൊണ്ടു നിന്ന മേരി വിളിക്കുന്നു, ഈശോ എഴുന്നേൽക്കൂ, നീ അങ്ങനെ കിടക്കണ്ട, നീ മരിച്ചു കാണാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല. കുട്ടികൾ ഓടിച്ചെന്ന് മേരിയെ ആശ്ലേഷിക്കുന്നു. ജെയിംസ് ചോദിക്കുന്നു, ആ സ്തുതിപ്പ് ഇത്ര നീണ്ടതും പ്രയാസമുള്ളതുമാണ്. ഈശോ എങ്ങനെയാ ഓർത്തിരിക്കുന്നത്? മേരി പറയുന്നു, ഞാൻ വായിക്കുമ്പോൾ അവൻ വളരെ ശ്രദ്ധിച്ചു കേൾക്കുന്നു. നീയും പഠിക്കും, നല്ല കൂട്ടിയായി വളരുകയും ചെയ്യും. വാതിൽക്കൽ ആരോ മുട്ടുന്നു. ജോസഫിന്റെ സഹോദരൻ അൽഫേയൂസും ഭാര്യയും. കാനായിൽ പോയിട്ട് വന്നിരിക്കുകയാണ്. മുന്തിരി, ആപ്പിൾ, ചീസ്, മുട്ട, തേൻ എല്ലാം ബന്ധുക്കൾ കൊടുത്തേച്ചത് അവർക്ക് കൊടുക്കുന്നു. ജോസഫ് ഒരാട്ടിൻ കുട്ടിയെ കൊണ്ടുവരണം എന്നു പറഞ്ഞത് വണ്ടിയിലുണ്ട്. അൽഫയൂസ് പറയുന്നു. കുട്ടികൾ വണ്ടിയിലേക്കോടി പോകുന്നു. അടുത്ത വർഷം ഈശോയും സ്കൂളിൽ പോകണമല്ലോ. സഹോദരൻ പറയുന്നു. ഈശോയെ ഞാൻ ഒരിക്കലും സ്കൂളിലേക്കുകയില്ല. മേരി പറയുന്നു. പ്രായം തികയുമ്പോൾ പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ അവൻ അതിന് തയ്യാറായിരിക്കേണ്ടതാണ്. അതെ, അതു ശരിയാണ്. ഈശോയ്ക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. മേരി ദൈവാലയത്തിൽ വളർത്തപ്പെട്ടവളല്ലേ. ഏതു പണ്ഡിതനെയും പോലെ നിയമമെല്ലാം അവൾ പഠിച്ചതാണ്. അവളായിരിക്കും ഈശോയുടെ അധ്യാപിക. അങ്ങനെ മതിയെന്നാണ് ഞാനും പറയുന്നത്. അൽഫേയൂസ് തടസ്സം പറയുന്നെങ്കിലും അനുജത്തി ഇടയ്ക്കു കയറി പറയുന്നു. നിങ്ങൾ പറയുന്നതു ശരിയാണ്. ഇവരെ പഠിപ്പിക്കാൻ എനിക്കു കഴിഞ്ഞെങ്കിൽ എന്നു ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്നു തിന്മയും നന്മയും പഠിക്കുന്നുണ്ട്. വീട്ടിൽ അവർ നല്ലതു മാത്രമേ പഠിക്കൂ. ഞാൻ വിചാരിക്കുകയായിരുന്നു, ജെയിംസും യൂദാസും ഈശോയേക്കാൾ അല്പം പ്രായം കൂടുതലുള്ളവരാണെന്നേയുള്ളൂ. അവർ സ്കൂളിൽ പോയി തുടങ്ങി. എന്നിട്ട് അവർ എന്താണ് പഠിച്ചത്? ഈശോയ്ക്കാണെങ്കിൽ നിയമങ്ങളെല്ലാം ശരിക്കും അറിയാം. ഒരു പക്ഷേ മേരിക്കു സമ്മതമാണെങ്കിൽ ഈശോയെ പഠിപ്പിക്കുമ്പോൾ അവരെയും കൂടെ ചേർക്കാമോ എന്നു ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്റെ വിചാരം അവർ കൂടുതൽ നന്നായി പെരുമാറുകയും പഠിക്കുകയും ചെയ്യുമെന്നാണ്. എന്തു പറഞ്ഞാലും അവർ സഹോദരങ്ങളല്ലേ. ഓ, എന്തു സന്തോഷമായിരിക്കും അതു നൽകുക. ജോസഫ് സമ്മതിക്കുകയും നിന്റെ ഭർത്താവ് അനുവദിക്കുകയും ചെയ്താൽ എനിക്കു വളരെ സന്തോഷമേയുള്ളൂ. അവരും വന്നുകൊള്ളട്ടെ. നിന്നെ അവർ നിരാശപ്പെടുത്തും. മേരി അൽഫേയൂസ് പറയുന്നു. ഇല്ല, എന്റെ അടുത്ത് എപ്പോഴും അവർ നല്ല കുട്ടികളാണ്. ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല കുട്ടികളായിരിക്കും, അല്ലേ? കുട്ടികൾ രണ്ടുപേരും മേരിയുടെ ഇടതും വലതുമായി നിൽക്കുന്നു. മേരിയുടെ തോളിൽ കൈയിട്ട് തല മേരിയുടെ തോളിൽ ചേർത്തുവെച്ച് നല്ല കുട്ടികളായിരുന്നു കൊള്ളാമെന്നു വാഗ്ദാനം ചെയ്യുന്നു. ലോകത്തിലേക്കും നല്ലവരായിരിക്കും എന്നാണു വാഗ്ദാനം. മേരിയെ ഗാഢമായി ചുംബിച്ചുകൊണ്ട് അവർ ഉത്തരം നൽകുന്നു. തന്റെ അമ്മ മറ്റുള്ളവരുടെ കാര്യത്തിൽ തിരക്കിട്ടു ശ്രദ്ധിക്കുന്നതു കാണുമ്പോൾ ഈശോ എന്തായിരിക്കും പറയുക? ഈശോ നീ എന്തു പറയുന്നു? ഞാൻ പറയുന്നു, അവളെ ശ്രദ്ധിക്കുന്നവർക്കു സന്തോഷം, അവളുടെ ഭവനത്തിനടുത്തു പാർക്കുന്നവർക്കു സന്തോഷം. ജ്ഞാനത്തെക്കുറിച്ച് എന്നപോലെ എന്റെ അമ്മയുടെ സ്നേഹിതരായിരിക്കുന്നവർക്കും സന്തോഷം. ഞാൻ സ്നേഹിക്കുന്നവർ അവളുടെ സ്നേഹിതരാക്കുന്നു എന്നു കാണുന്നത് എനിക്കും സന്തോഷം. ഇതുപോലുള്ള വചനങ്ങൾ ഈ കുഞ്ഞിന്റെ അധരങ്ങളിൽ ആരാണ് നിക്ഷേപിക്കുന്നത്? അൽഫേയൂസ് അത്ഭുതപ്രതന്ത്രനായി ചോദിക്കുന്നു. ആരും അല്ല സഹോദരാ, ഈ ലോകത്തിലെ ആരും അല്ല. ജോസഫ് പറയുന്നു.
ഈശോ പറയുന്നു, മേരി എന്റെയും ജെയിംസിന്റെയും യൂദായുടെയും അധ്യാപികയായിരുന്നു. അതുനിമിത്തമാണ് ഞങ്ങൾ മൂന്നുപേരും സഹോദരന്മാരെപ്പോലെ പരസ്പരം സ്നേഹിച്ചത്. ബന്ധുക്കളായിരുന്നതുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ചു പഠിച്ചു, ഒരുമിച്ചു വളർന്നു. ഒരേ ശാഖയിൽ വളരുന്ന മൂന്നുതണ്ടുകൾ പോലെ ഞങ്ങൾ മൂവരും മേരിയാകുന്ന ശാഖയിൽ ബലം നേടി വളർന്നു. മാധുര്യം നിറഞ്ഞ എന്റെ അമ്മയെപ്പോലെ ഇസ്രായേലിലെങ്ങും ഒരു പണ്ഡിതനും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഇരിപ്പിടമായ അവൾ ലോകത്തിനും സ്വർഗ്ഗത്തിനും വേണ്ടി ഞങ്ങളെ പഠിപ്പിച്ചു. എന്നെ എന്നപോലെ എന്റെ സഹോദരന്മാരെയും അവൾ പഠിപ്പിച്ചു. ദൈവത്തിന്റെ രഹസ്യത്തിന്മേലുണ്ടായിരുന്ന മുദ്ര ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടു. പിശാചിന്റെ അന്വേഷണത്തിനെതിരെ കേവലം സാധാരണമായ ജീവിതം കൊണ്ട് ആ രഹസ്യം മറയ്ക്കപ്പെട്ടു.